അത് ആയില്ല, ഞാൻ മടത്തിലൊന്നും പോകുന്നില്ല വന്നില്ല. എന്റെ മെയിൻ സ്ഥലത്തേക്കാണ് എന്തല്ലാന്ന് ഇതാ പെരുന്നാൾ സ്പെഷ്യൽ സാധനം ഇതാ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അമ്മേനെ കുറച്ച് മൈൻഡ് ആക്കി പറഞ്ഞിട്ടുള്ള കമന്റ് പറയുന്നുണ്ട്. അമ്മ അതല്ലേ ഞാനിപ്പോ അമ്മേനെ എപ്പം കെട്ടിപ്പിടിക്കലും ചെയ്യുന്നത്. കൂട്ടാതെ സങ്കടത്തില് വ്ളോഗ് എടുത്തിട്ട് സമാധാനിക്കും. നല്ല ബിരിയാണി മണം കേട്ടാ മൊത്തത്തില് വീണ്ടും വന്നു കണ്ടിട്ടാലോ. അപ്പൊ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് പെരുന്നാളിന്. അല്ല ഇവ ഉണ്ടല്ലോ വേറൊരു വ്ളോഗ്. സത്യം എനിക്കും കുറെ പറയാനുണ്ട്, വെളിപ്പെടുത്താനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് എന്നെ പെരുന്നാളിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോക്കാന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നിട്ടില്ല ശരിയാവില്ല. കുറേ മുന്നേ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചു. ഞാൻ ഇവരോട് എല്ലാവരോടും ചോദിച്ച് വരുന്നോന്ന്. ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഇവർക്കെല്ലാം ഭയങ്കര ഇവരെ തന്നെ നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ വേറലാന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാ എന്നെ വിളിച്ചാൽ കേട്ടാ പിന്നെ പെരുന്നാളിന് വെച്ച് ഞാൻ തിന്നുന്ന ഫോട്ടോ വീഡിയോസ് എല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കും. ഞാൻ വരാത്തതിന്റെ ഇത് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഇല്ല പറയില്ല, ഞാൻ പറയില്ലടാ. ഒരിവിടെ വന്നിനി അവരെല്ലാം ഇവിടെ വരും. അപ്പൊ നമുക്കെന്നാ ഇറങ്ങിക്കൂടെ? ഇറങ്ങി വന്നിട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ കഥകളും കാര്യങ്ങളും ഇവരോട് വന്നിട്ട് ഷെയർ ചെയ്യാം. അല്ലേ ദേശു? കിടിലം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെത്ത് പോയിട്ട് സമയം ലേറ്റാക്കാൻ നിൽക്കുന്നില്ല. നമ്മളൊന്ന് ഇറങ്ങിട്ട് സമയം ഇന്നലെ ആക്കിയ യേശുവിന്റെ സ്പെഷ്യൽ കറി ഇടിയുണ്ട്. അപ്പൊ നീ അതെല്ലാം കൂട്ടിയിട്ട് ഇടുന്ന ഉച്ചക്ക് പുളിങ്കറിയെല്ലാം കൂട്ടിയിട്ട് ഇവിടെ സ്പെഷ്യൽ പുളിങ്കറി ഉണ്ട്. യേശു നിന്റെ മറ്റേ പുളിങ്കറിയും ചക്കത്തോരനും ഒരു പപ്പടം വാട്ടിയതും സാമ്പാർ ഇടുന്ന് മടത്തില്ലേ. ഓനെ ഞാൻ വിളിച്ച് ചോദിച്ചാൽ ഓൻ പറഞ്ഞ വെച്ചാല് ബീഫ് ഒലത്തിയതും പിന്നെ ചിക്കൻ കുറുമ അങ്ങനത്തെ എല്ലാം എന്നോട് പറഞ്ഞു. എടാ ഏത് ഓന്റെ മുഖത്താ ചിരി കണ്ടാറിലൂടെ വാമനെ പോലെ വാ അങ്ങനെയുള്ളവരെല്ലാം എത്തിന്നാ പറയുന്നത്. നീയല്ലേ മേക്കപ്പ് ഒരുങ്ങി ലേറ്റാണ്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഉള്ള ലുക്കല്ലേ. ഇന്നെല്ലാവരും ലുക്ക് ഉണ്ട് എന്ന് പറയണേ. എന്നോട് 3 വട്ടം ചോദിച്ചു രണ്ടുന്നിട്ട് രസമുണ്ടോ. ഇവര് പറയും കമന്റ് ബോക്സിൽ നിറച്ചും എന്നാലും എല്ലാരും പറയണേ ആ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞ രസമുണ്ട്. എന്നാലും ഒരു 4 കമന്റ് പ്രതീക്ഷിക്കുന്നു. ഒരു യേശു സുന്ദരിയാണ് പോലെ ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ ഇറങ്ങിട്ട് വരാട്ടോ. ഓക്കെ കൂട്ടാതെ സങ്കടത്തില് വ്ളോഗ് എടുത്തിട്ട് സമാധാനിക്കുക. കുറ്റവും പറഞ്ഞോണ്ട് സായിജി നമ്മള് അടിപൊളി ഫുഡെല്ലാം വെച്ച് വരാ പറയടാ. തൊപ്പിയെല്ലിട്ട് കാറിലിരിക്കും വരെ തൊപ്പി അയച്ചു നോക്കൂലല്ലേ നീ എന്തി തിരിച്ചു വരുന്നവരെ. അപ്പൊ നമ്മളിപ്പം വഴിക്ക് നിർത്തിയിട്ടാണുള്ളത്. നമ്മളിപ്പം വേറെയും ഒരു ടീമുണ്ട്. ഇതാ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ടാവണേ. ഇതാ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പൊതുന്നില്ല. ആകെ 1 കിലോ ആപ്പിൾ മേടിച്ച് വെച്ച് പൊതുന്നില്ല. നടന്നോ. എനിക്ക് പെരുന്നാളിന് 2 പീസ് അധികം തരും. നടന്നോ ലോക്കായിട്ടുണ്ടാവും. ഇല്ല പോട്ടെ. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലെത്താനായി അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ സ്ഥലം ഇത് കൂത്തുപറമ്പാണ് കേട്ടോ. നമ്മളിപ്പം വന്നത് കൂത്തുപറമ്പാണ്. നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, പേര് സഹീർ എന്നാണ്. ഓൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പേരാണ്. കൂത്തുപറമ്പിൽ സഹീർ വാലടി എന്നാണ് അറിയപ്പെടുന്നവനാ. നല്ല ബിരിയാണി മണവും കേട്ടാ മൊത്തത്തിൽ ഈ ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് വീട്ടുപേര്. ഇവിടെ ആളുണ്ടോ? ഇവളെ വീടാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് വീഡിയോ ഓൺ ആക്കിയോട്ടുള്ള കെട്ടിപ്പിടുത്താന്ന്. രേശം ഒന്ന് കെട്ടിപ്പിടിക്കുവോ? എന്നാൽ വീട് വരിയെന്നല്ല, വീട് ഇതാണ് ഈ പറഞ്ഞ കേട്ടാ. ഇതല്ലേ ആദ്യം തന്നെ എന്തല്ല സ്പെഷ്യൽ സംഭവം വന്നിട്ട് എന്റെ മെയിൻ സ്ഥലത്തേക്കാണ്. എന്തല്ലാന്ന് ഇതാ പെരുന്നാൾ സ്പെഷ്യൽ സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട്.
ചിക്കൻ മലബാർ നിങ്ങൾക്കെന്നാ ഈ വീട്ടിൽ കാര്യം അങ്ങോട്ട് വിട്ടോ ഫ്രണ്ടിലോട്ട് വിട്ടോ. ഇനിയൊരു ഫ്രൈ വരാണ്ട് ഇവരെ മെയിൻ സാധനം. എല്ലാരും ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നു. നീ അതിൽ സംഗീതത്തിന്റെ എടുത്താലും അധികം വെക്കണ്ട, മാറ്റിക്കോ. ഏടെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് അത് പരിപാടി ചെടി. ഏടെ വന്ന് ഇതാരേടിയാ ഓള തന്നെയല്ലേ? അടിപൊളി. നമ്മളങ്ങനിപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തുമ്പോഴേക്ക് സായിച്ചു അവരുടെ ഏടിയോ പോയി. ആടെ കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് കണ്ടില്ല, ആടെന്ന് കൊണ്ടുവന്ന ചെടി ഇതാ ചട്ടിയിലാക്കി കേട്ടാ. സെറ്റ് ഇതിപ്പോ ആടെ കൊണ്ടുവന്ന ചെടി തന്നെയാ. ഞാനിത് നോട്ട് വിട്ട് കുറെ സൈഡിന്നെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചെടിക്ക് പേട്ടക്ക് വരെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, കിട്ടിയില്ല. നമ്മളെ ഇപ്പൊ ഏടിലോ ടൗണിലെല്ലാം പോയിട്ട് എന്തെല്ലോ തിന്നിട്ടെല്ലാം വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, എവിടെയാ പോയിനെന്ന് അറിയില്ല. ഞാൻ വന്നേരെ കാത്തു നിൽക്കുന്നുണ്ടായിന്. അതിനകത്ത് ഞാൻ 3000 റുപ്യ സാധനത്തിൽ ഇവിടെ തൊഴാൻ നിൽക്കണ്ട. അതാണ് നമ്മൾ വരുന്ന വഴിക്ക് പഠിച്ചത്. ഇവനെന്ത് നാന്ന് ഒരു ഈ പോർച്ചിൽ കഴിഞ്ഞ് 1.5 കൊല്ലമായിട്ട് ഈ പോർച്ചിൽ അത് വണ്ടി വെക്കുന്നത്. ഏകദേശം ആ പോർച്ചിലേക്ക് വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് മിനിമം എടുക്കുന്ന സമയം 10-15 മിനിറ്റാണ്. ഞാൻ സത്യം പറഞ്ഞാല് ഓക്കെ, നമ്മളാ ഈന് പോയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ക്ഷണിച്ചത് ഇപ്പം നമ്മൾ രണ്ടാളെ ഒന്ന് ഫാമിലി വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടിയില്ല. നമ്മള് പോവാത്തേരോ നമ്മളോട് അയാൾ ഒരു ഞാനെന്നെ മോൻ മാത്രമേ കാണിക്കുന്നുള്ളൂടാ. ഒരു കേക്ക് കേക്ക് അമ്മ ഇവര് നമ്മള് പെരുന്നാളിന് പോകുമ്പം വിളിക്കായിട്ട് ഏത് അമ്മേനെങ്കിലും കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞോ. നിങ്ങൾ അറിഞ്ഞില്ലേ? എനിക്ക് ഇത്രയും വേണ്ടു. അമ്മൂ അമ്മ അറിഞ്ഞിട്ടും കൂടിയില്ല പോലും. കഞ്ഞികൾക്കിടയിൽ അമ്മ ഒന്നും അറിഞ്ഞില്ല. എന്നാലും ഒന്ന് ഇരുട്ടി വരെ പോകുന്ന സമയത്ത് ഒന്നുമില്ല, അമ്മ വരുന്നോ? ഓക്കെ, അമ്മ വരൂല, ആർക്കറിയാം. എൻ്റെ അമ്മ അങ്ങനെയല്ല. അമ്മ അങ്ങനെ ആരപ്പുറം പോകാൻ ആഗ്രഹിക്കുന്നോ പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷെ അമ്മയോടൊന്ന് ചോദിക്കൊന്നും ചെയ്യായിരുന്നു, അമ്മയെ വരുന്നോ ഒന്ന് ടൗണിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ. പറയാൻ പറ്റുമോ? കരയല്ല, ചിരിക്കുന്നതേ ഉള്ളു പുറമെ. എന്നാൽ ക്രൂരിയായ മരുമോളും നീ എന്ത് മോനാണ്. നല്ലവരായ മക്കള് നീ അത്രേ പോയി, അത്ര കിട്ടിയാ മതി. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. ഇന്ന് ഒരു കട പോലും അവർക്ക് ഭയങ്കര. ഞാൻ അവരോട് പറഞ്ഞു കേട്ടാ, അയാളുടെ ചട്ടി അടക്കം തരാൻ നോക്കി. ഞാൻ വേണ്ട. പക്ഷെ ഇവരെ ചോദിച്ചു കേട്ടാ, പോയാലും തന്നെ അവര് വന്നപാട് അല്ല നിന്നെ ആടെ എത്തിയായിരുന്നു തന്നെ. ആടെയുള്ള എല്ലാ ഓന്റെ ഫ്രണ്ട്സും ടീമും എല്ലാരും നിങ്ങളെ അന്വേഷിച്ചു കേട്ടാ. ചോദിച്ചിന് ഇന്നല്ല, എല്ലാരും ചോദിച്ചിന്. അത് ഞാൻ ചോദിച്ചില്ല, അമ്മേനെ ചോദിച്ചില്ല, എന്തായാലും പറയല്ലേ. നിങ്ങളെ എടുത്ത് ചോദിച്ചിന്. നിങ്ങൾ ആരും കൂട്ടിയിട്ടുമില്ല, ആരും ചോദിച്ചിട്ടുമില്ല. ഞാൻ എന്നാ ചെയ്യണ്ടേ? ഓക്കെ, എന്നാലും ഇടക്കാരോ ഒരാൾ ചോദിച്ചിനെ, ഞാൻ ഉച്ചത് കേട്ടിനത് ചോദിച്ചില്ലേ സത്യം. ചേതാ പാട് ഇത് വിഷമല്ലായി. ഇനിയിപ്പോൾ കമൻറ്റ് തേച്ചു അന്നെ ഇപ്പോൾ അമ്മേനെ അങ്ങനെ കളിയാക്കറിയനു, അമ്മേനെ കുറച്ച് മൈൻഡാക്കുന്ന പറഞ്ഞിട്ടുള്ള കമൻറ്റ് പറയുന്നുണ്ട്. അമ്മ അതല്ലേ ഞാനിപ്പോൾ അമ്മേനെ എപ്പം കെട്ടിപ്പിടിക്കലും ചെയ്യുന്നത്. ഒരാഴ്ചയായിട്ട് അമ്മേനെ കാണാനിട്ടില്ല, അതാണ് വേറൊന്നല്ല. കുറേ ആൾക്കാർ പറഞ്ഞ് അമ്മേനെ ഇപ്രാവശ്യം കാണിക്കുന്നില്ല, നിങ്ങൾ അമ്മേനെ കുറച്ച് മൈൻഡാക്കുന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റുകൾ സത്യമായിട്ടും കമൻറ്റുകളിൽ വന്നിട്ടുണ്ട്. വ്ളോഗിൻ്റെ അകത്ത് കഴിഞ്ഞിപ്പോൾ ഇട്ടേത് ഏതൊരു വ്ളോഗിൻ്റെ അകത്ത് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് അമ്മേനെ ഒന്ന് മൈൻഡാക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട്. നിങ്ങൾക്കൊരു സത്യം അറിയോ? അമ്മേനെ നമുക്ക് തന്നെ കാണാൻ കിട്ടുന്ന ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വല്ലപ്പോഴും മാത്രമാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിൽ ഇവിടെ ഒരു ഉത്സവമല്ല, ഒരു മഠത്തിലൊരു പരിപാടി ഉണ്ട്. ഈ ഓർത്ത് തരാം. കുട്ടിയൊരു ഉത്സവത്തിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, കണ്ണൂരുകാർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവിടെ ഉച്ചക്കും വൈകുന്നേരവും ചോറ് കാര്യങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ, പൂജ കാര്യങ്ങളിലുണ്ട്. അമ്മ രാവിലെ 8:30 പോയി കഴിഞ്ഞാൽ ഏകദേശം ഉച്ചക്കത്തെ കഞ്ഞിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വീട്ടിൽ വരും. ഒന്ന് നമ്മളിലൊന്ന് 10 മിനിറ്റ് നിൽക്കും, 10-15 മിനിറ്റ് കൂടി ഉണ്ടാവും വീട്ടിൽ. ശേഷം പിന്നെ ആദ്യം പോകും,
പിന്നെ വൈകുന്നേരം ചോറ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 10-10 കാലം. അതെ, ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി കഴിയും. അതിന് ശേഷം നിങ്ങൾ ചോദിക്കുക, ഫുൾ ടൈം വ്ളോഗിലുണ്ടാവും. അല്ലാതെ നമ്മളായിട്ട് വരുത്താണ്ടിരിക്കുന്നതല്ല, വീട്ടിൽ കണ്ടു കിട്ടാത്തതുകൊണ്ട് അല്ല. നിങ്ങളെന്നെ പറഞ്ഞു കൊടുക്കും ഞാൻ മഠത്തിലൊന്നും പോകുന്നില്ല. അത് ആയില്ല, ഞാൻ മഠത്തിലൊന്നും പോകുന്നില്ല. ഒരു 9 മണി, ഒരു 8:50 ആ ഒരു സമയം, ചിലപ്പോ 5-10 മിനിറ്റ് ഞാൻ പറഞ്ഞാൽ രാത്രി 8:30-9 മണി 10:30 ആകുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് വരും. ബാക്കി അത്ര വരെ അവിടെ തന്നെ മഠത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളായിട്ട് വരുത്താതിന്നല്ല. നിങ്ങൾ പലരും വിചാരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നെ. അപ്പൊ ഇന്ന് ഇവനെ കൂട്ടാത്ത പെരുന്നാളും കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഇവൻ വരായിട്ട് 1-2 ആൾക്കാർ ചോദിച്ചിന്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ടൗണിൽ പോയി. പച്ചവെള്ളം വരെ കിട്ടിയില്ല, കാരണം ഒറ്റ ഷോപ്പും തുറന്നിട്ടില്ല. അത് ഞാൻ സത്യം ഇവന്റെ മുഖത്തു നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കറങ്ങാൻ പോയാന്നാ പറഞ്ഞു. എവിടെയാ കറങ്ങിയെന്ന് നടക്കാറില്ല. ഒരു കാര്യം കൂടി, ഇവള് വന്ന, അതായത് ഇന്നലെ ഇതിന്റെ മുമ്പിൽ വന്ന വീഡിയോ വെച്ചാൽ നമ്മൾ ഇവളെ വീട്ടിൽ പോയതിനും പിന്നെ ഇവള് തിരിച്ച് വന്നതെന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് കിട്ടില്ല. ഇത് ഇവള് തിരിച്ചിപ്പോ വീട്ടിലുണ്ട്. ഇനി അത് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പോയതിപ്പോ ഇന്ന് വൈകുന്നേരം വരും. ഇനി ഇത് മറ്റന്നാൾ പോകും. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കോള് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഇവളിപ്പം വീട്ടിലുണ്ട് കേട്ടോ. തമ്പുരായിട്ട് വീണ്ടും വന്നു കണ്ടിട്ടാലോ. അപ്പൊ എല്ലാരോടും വെറുതെ ഇന്നത്തെ പെരുന്നാള് നമ്മളൊരു അടിപൊളിയായി, ഇന്നത്തെ ദിവസം നല്ല കളറായി. അപ്പൊ എല്ലാരോടും ഒരു ബൈ ബൈ. എല്ലാരും ഒരു ബൈ ബൈ പറഞ്ഞു. 5 ഉറക്കാട്ടാ.